ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഓർഗനൈസർ ഉണ്ടാക്കണതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 50+ കമൻറ്റേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഓർഗനൈസറിൻ്റെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന മൈൻഡിലുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നിങ്ങളുടെ ഒപ്പീനിയനും കൂടി ചോദിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന മെഷർമെൻ്റ് ആണ് ഞാൻ ഓർഗനൈസർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അളവുകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം വലിയൊരു ഓർഗനൈസർ തന്നെയാണ്. അതായത് 30x30 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്തും ബ്രെത്തുമായിട്ട് വരുന്നത്. കാർഡ്ബോർഡ് അല്ലേ, അത് ഒട്ടിക്കാൻ ഗ്ലൂ ഗൺ തന്നെ വേണമെന്ന് ആവശ്യമില്ല. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിബോണ്ട് ആണ്. അതെനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗ്ലൂ. ഇതിൽ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വലിയ സൈസുള്ള കാർഡ്ബോർഡ് തന്നെ വേണം. പിന്നെ ഫെവിബോണ്ട് യൂസ് ചെയ്യാം. ഫെവിക്കോൾ എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല, കാരണം ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഫെവിബോണ്ട് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പെട്ടെന്ന് കഴിയും. പിന്നെ ഗ്ലൂ ഗൺ ആണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായി. പിന്നെ കുറച്ചധികം A4 ഷീറ്റ് വേണം. ഇതിൽ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതായത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മെൻസ് എഴുതിയ A4 ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സൈഡ് എഴുതിയിട്ടുണ്ട്, ഒരു സൈഡ് എഴുതാത്ത സൈഡൊക്കെ ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ച് ക്യൂട്ട് ആവണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ വേറെ പ്രിന്റഡ് ഷീറ്റൊക്കെ ഇതിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ വൈറ്റ് തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് A4 ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെഷർമെന്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. അതേപോലെ എല്ലാ പീസും വെട്ടിയെടുക്കുക. പിന്നെ മൊത്തത്തിലെല്ലാം ഒന്ന് കവർ ചെയ്യലാണേ. ബേസ് ആയിട്ട് എടുക്കുന്ന ആദ്യത്തെ ആ കുറച്ച് കാർഡ്ബോർഡ് മാത്രമാണ് ഓരോ പീസായിട്ട് കവർ ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ബോക്സിന്റെ ഷേപ്പിലോട്ട് ആക്കിയിട്ട് കവർ ചെയ്താൽ മതി. ആദ്യം കവർ ചെയ്യുമ്പോൾ മറ്റേ അസൈൻമെന്റിലെ എഴുതിയ ഷീറ്റും പിന്നീട് പ്ലെയിൻ ആയിട്ടുള്ള A4 ഷീറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു 2-3 ദിവസമൊക്കെ എടുത്തിട്ടാണ്. അത്രയും ടൈമൊന്നും വേണ്ട. ഒരു ദിവസം ഫുള്ളായിട്ട് ഇരുന്നു എന്ന് വെച്ചാൽ കഴിയാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇന്ന് ചെയ്തു, നാളെ ചെയ്തു, അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എൻ്റെ ഫോണിൽ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നത്. പേജ് ഫുള്ളായതുകൊണ്ട് ഞാനത് അമ്മയുടെ ഫോണിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ചില ക്ലിപ്സ് ഒക്കെ മിസ്സായത് കണ്ടത്. കുഴപ്പമില്ല, എന്നാലും മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യമുള്ള കുറച്ചെണ്ണം ഞാൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്തു വീണ്ടും. ലോങ് വീഡിയോ ആണെങ്കിൽ പോലും മാക്സിമം ഞാൻ ഈ വീഡിയോനെ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ക്ലിപ്സ് മിസ്സായതുകൊണ്ട് റീക്രിയേറ്റ് ചെയ്തു. പിന്നെ കുറച്ച് 2x സ്പീഡിലൊക്കെ കൊടുത്തു. പിന്നെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ക്ഷമിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ മറക്കാതെ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വേറെ വീഡിയോസൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. ഇതിൽ ഒരുപാട് ടൈം എടുത്തിരിക്കുന്നത് ആ മെഷർമെൻറ്റിലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ എല്ലാം കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ഒട്ടിക്കാനും ഫിക്സ് ആക്കാനൊന്നും ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. ബോർഡിനെ ഇങ്ങനെ വെട്ടണം, അങ്ങനെ മുറിക്കണം, ഇവിടെ ഒട്ടിക്കണം, അങ്ങനെയൊക്കെ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. വീഡിയോയിലുള്ള കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മെയിനായിട്ട് ഈ ഓർഗനൈസർ ഉണ്ടാക്കാനുള്ള റീസൺ ഉണ്ട്. ഡെയിലി ക്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഓരോ ഐറ്റംസ് എവിടെ വെച്ചിരിക്കുന്നത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ സ്കെച്ച് പെന്നായെന്ന് വെച്ചാൽ പെന്നും പെൻസിലൊക്കെ ഞാൻ ഓരോ ഗ്ലാസ്സിലായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും കീപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യാം. സ്കെച്ചും പെന്നും പെൻസിലും എല്ലാം അതിൽ ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്യുന്ന ഇടയിൽ വന്നിട്ടോ ഷാർപ്പനറിനെയോ എന്തിനെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഞാനത് പോയിട്ട് തിരഞ്ഞ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അതിൽ ഹോൾഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അത്രയ്ക്കും സൗകര്യമായി. ഒരു വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ടിപ്സ് തരാനുണ്ടെങ്കിലോ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ക്രാഫ്റ്റ് ബൈ കാവ്യ എന്നുള്ള പേജ് ഒന്ന് എടുത്ത് നോക്കുക. വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് ഇഷ്ടമായി എന്ന് വെച്ചാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സജഷന്റെ കാര്യം മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.